രാഹുൽ ഗാന്ധി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാടിൽ എത്തിയതോടുകൂടിയാണ് കേരളത്തിൽ ഒരു പുതിയ തരംഗം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ രണ്ട് കാരണങ്ങളിൽ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമായിരുന്നു. 19-1 എന്ന നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് വിജയം വലിയ നിലയിൽ ഉയർത്തിയതിന് വീണ്ടും രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. അതേ തരംഗം ആവർത്തിക്കുമെന്ന കാര്യത്തിൽ CPM-ന് LDF-ന് വല്ല സംശയമുണ്ടോ അഡ്വക്കേറ്റ് അനിൽകുമാർ? 2019 നിന്ന് 2024 അകലം എന്താണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP-യേക്കാൾ കൂടുതൽ ഒരു സീറ്റെങ്കിലും കോൺഗ്രസിന് കിട്ടിയെങ്കിൽ മാത്രമേ ഒന്നാമതായി പ്രസിഡന്റ് വിളിക്കുകയുള്ളൂ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക്. അങ്ങനെ ഒന്നാമത് ഞങ്ങളെ വിളിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം എന്ന് പറയുന്നത് കാലുമാറ്റമാണ്. അപ്പോൾ ഞങ്ങളുടെ ക്യാമ്പിലുള്ളവരെല്ലാം കാലുമാറിപ്പോകും. അതുകൊണ്ട് പ്രധാനമന്ത്രിയായിട്ട് ആദ്യം മോദിയെ വിളിക്കരുത്, രാഹുൽ ഗാന്ധി വിളിക്കണമെങ്കിൽ ഓരോ സീറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തവണ KC വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കുന്നതിന് പറയുന്ന ന്യായം എന്താണ്? കഴിഞ്ഞ ഞങ്ങൾക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഇല്ലായിരുന്നു, അതുകൊണ്ട് എണ്ണം ഒരു പ്രധാനമാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം നോക്കിയാണ് മത്സരിക്കുന്നത്. ഈ ദയനീയമായ പതനത്തിൻ്റെ 5 കൊല്ലത്തെ നേർക്കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെയും ഇന്ത്യ മുന്നണിയെയും രാഹുൽ ഗാന്ധി വഞ്ചിക്കുകയല്ലേ ചെയ്തത്. അല്ല, അഡ്വക്കേറ്റ് അനിൽകുമാർ ഇപ്പോൾ പറയുന്നത് എന്താണ്? BJP തന്നെയാണ് 2024 ഭരിക്കാൻ പോകുന്നതെന്നാണോ? ഒരിക്കലും അല്ലാന്ന് മാത്രമല്ല, BJP-യെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുന്നതിൽ ഒരു പങ്ക് കോൺഗ്രസിനുണ്ട്. പക്ഷെ കോൺഗ്രസ്സുകാർ മാത്രം ജയിച്ച് പാർലമെൻറ്റിൽ പോയിട്ട് കാര്യമില്ല. ഇന്ത്യ മുന്നണിയിലെ 28 പാർട്ടികളും ജയിക്കണം. ആ 28 പാർട്ടികളും ജയിക്കുന്ന കൂടെ കോൺഗ്രസും ജയിക്കണം. അങ്ങനെ ജയിക്കുമ്പോൾ ആ സമരത്തിനകത്ത് കോൺഗ്രസ് അവരുടേതായ മതനിരപേക്ഷ കരുത്ത് കാണിക്കാവുന്ന സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇപ്പം തന്നെ അവിടെ UP-യിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇല്ലാത്ത വിധൊരു മുന്നണിയുണ്ടല്ലോ, അഖിലേഷ് യാദവിൻ്റെ മുന്നണിയുണ്ടല്ലോ. സ്വാഭാവികമായും ആത്മവിശ്വാസമുണ്ടെങ്കിൽ അതിൻ്റെതായൊരു പ്രകടനം അവിടെ നടത്താൻ കഴിയുമല്ലോ കോൺഗ്രസ്സിന്. രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നതിന് നീതീകരണമില്ലെന്ന് മാത്രമല്ല, എത്രയോ ചരിത്രമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പതാക ഒളിച്ചു വെക്കേണ്ടി വന്നു. നമ്മുടെ രാജ്യ ചരിത്രത്തിൽ അഭിമാന പുരസ്സരം ഇവിടുത്തെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിപ്പിടിച്ച കോൺഗ്രസിന്റെ പതാക. ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരൂ. കോൺഗ്രസ് 55 സീറ്റ്, അതായത് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് പദവി ലഭിക്കാൻ 55 സീറ്റ് മതി. 55 സീറ്റ് കിട്ടാത്ത പരിതാപകരമായ അവസ്ഥയിലേക്ക് എത്തുമെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് 2024 ഭരിക്കില്ല. അനിൽകുമാർ, ആ നിലയിൽ ദയനീയാവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് പറയുകയാണ് CPM-ന്റെ വാദമല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാമെന്നതിൻ്റെ ന്യായം ചോദിച്ചു. അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിച്ച് ആ സീറ്റ് പിടിക്കുകയാണെങ്കിൽ രാജസ്ഥാനിൽ താമര വിരിയും. അതുകൊണ്ട് ആലപ്പുഴയിൽ ആരെങ്കിലും കൈപ്പത്തിയിൽ വോട്ട് ചെയ്താൽ അത് താമരയ്ക്ക് ഉള്ള വോട്ടായി മാറും എന്നുള്ളതാണ് ഒരു മെക്കാനിസം. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരാതി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളാരും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ച് പരാതി പറയരുത്. കൈപ്പത്തിക്ക് കുത്തിയാൽ താമരയാകുന്ന വോട്ടിംഗ് യന്ത്രമാണെന്നുള്ള പരാതി പലരും നേരത്തെ കേട്ടിരുന്നു. അതുകൊണ്ടാണ് CPM പറഞ്ഞത് VVPAT ആ ഇലക്ട്രോണിക് മിഷൻ്റെ അവസാനം എണ്ണണം, അതായത് അതിൻ്റെ ആ റിസൾട്ട് വരുന്നതിന് ശേഷം എണ്ണണം എന്ന് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗികമായ നിലപാടാണ്. അപ്പോൾ കൈപ്പത്തിക്ക് കുട്ടികൾ താമര വിരിയുന്ന രാജസ്ഥാനിലേക്ക് താമര വിരിയിക്കുന്ന രാജ്യസഭയിൽ ഭരണഘടന തകർക്കാൻ BJP-ക്ക് ഒരു കൈ കൊടുക്കുന്ന നിലപാട് സ്വീകരിച്ച് എന്തെന്ന് ചോദിച്ചപ്പോൾ എന്താ ന്യായം പറഞ്ഞത്? ഞങ്ങൾക്ക് എണ്ണം പ്രധാനമാണ്. അല്ല, അതാണ് എണ്ണം പ്രധാനമാണ്. ഇപ്പോഴും 2019-ആയിട്ടും 2024-ആയി താരതമ്യം ചെയ്യുകയാണ് താങ്കൾ ചെയ്തത്. 2019 കോൺഗ്രസ് കേരളത്തിൽ വന്ന് പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകണം, അതിനുവേണ്ടി ലോക്സഭയിൽ പരമാവധി സീറ്റ്. കേരളത്തിലെ ജനങ്ങൾ 19 സീറ്റ് കൊടുത്തല്ലോ UDF-ന്. അങ്ങനെ പക്ഷേ ഒറ്റക്കക്ഷിയാകാൻ കഴിഞ്ഞില്ല. ഇത്തവണ അങ്ങനെ ഒരു വാദം പോലും കോൺഗ്രസിന് ഇല്ല എന്ന് അഡ്വക്കേറ്റ് അനിൽകുമാർ പറയുമ്പോൾ എന്താണ് 2024 സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചന അതിലില്ലേ? അഡ്വക്കേറ്റ് അനിൽകുമാർ വ്യക്തത നൽകൂ. അവിടെയാണ് വ്യക്തത വരുത്തിയിട്ടുള്ളത്. ഇന്ത്യ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയുടെ മത്സര സ്വാധീനമുള്ള സ്ഥലങ്ങൾ നോക്കൂ. അവിടെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് കോൺഗ്രസ് എങ്ങനെ മാറി? ബീഹാറിലെ മഹാസഖ്യത്തിലേക്ക് കോൺഗ്രസ് വന്നപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് എത്ര സീറ്റ് കോൺഗ്രസ് അവിടെ മത്സരിക്കുന്നുണ്ടോ? പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് സീറ്റ് എത്രയും മത്സരിക്കുന്നുണ്ടോ? ഇല്ല.
കോൺഗ്രസ്സുകാർ ഓരോ സംസ്ഥാനങ്ങളുടെ യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ട് മത്സരിക്കുന്ന സീറ്റിൻ്റെ എണ്ണം കുറച്ചു. അത് നമുക്ക് കാണാവുന്നൊരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അത് നമുക്ക് ബംഗാളിൽ കാണാം, മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് കാണാം. ഡൽഹി കാണാമല്ലോ, 7 മത്സരിച്ചതാണ്, ഇപ്പം 3 മത്സരിക്കുന്നുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് അംഗീകരിച്ചു. ആ യാഥാർത്ഥ്യം കേരളത്തിൽ നിന്ന് മറച്ചു വെച്ചതുകൊണ്ടാണ് കേരളത്തിൽ ഒരു ഫലം അങ്ങനെ വന്നത്. ഇന്ന് ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ CPIയുടെ പൊസിഷൻ എന്ന് പറയുന്നത് 28 പാർട്ടികൾക്കും ഇടമുണ്ടാകണം. പക്ഷമില്ലെങ്കിൽ ഇന്ത്യയായി നിലനിൽക്കില്ല. 28 പാർട്ടികൾക്കും ഇടമുണ്ടാകണം എന്ന് CPM പറയുമ്പോൾ 125-ൽ കുറയാത്ത സീറ്റുകൾ കോൺഗ്രസ് ജയിച്ചാൽ മാത്രമേ, അത്രയധികം സീറ്റുകളിൽ BJPയെ തോൽപ്പിച്ചാൽ മാത്രമേ 543 അംഗ അസംബ്ലിയിൽ 273-ൽ താഴെയിൽ BJP എത്തിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. വിശദമായ ചർച്ചയിലേക്ക് നമുക്ക് പോകാം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ. Debate with MV Nikesh Kumar.